ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിലൊരു 3000 രൂപയുണ്ട് ആകെ. എൻ്റെ മുതൽ മുടക്കാണ് 3000 രൂപ. ഞാൻ ഈ ബിസിനസ് തുടങ്ങണ ആ 3000 രൂപ വെച്ചിട്ട് ഞാൻ ആരോടും അഭിപ്രായം ചോദിച്ചില്ല. സ്വന്തമായിട്ട് ആലോചിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ മദ്രാസിൽ പോയി. ഒരു പരിചയമില്ല. പോയി ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ബിസിനസ്സാണിത്, ഈ ഓഡിയോ കാസറ്റ്. ഈ 77ഒക്കെ ആയി. ആ സമയത്ത് ഒന്നുമില്ല, കാസറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. അവിടെ നിന്ന് അങ്ങനെ മദ്രാസിൽ നിന്ന് കാസറ്റ് എടുത്തു, സ്റ്റാർട്ട് ചെയ്ത 3000 രൂപ എടുത്താ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത. എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ ഈ പറഞ്ഞ 78 കാലഘട്ടത്തിൽ തുടങ്ങിയത്, പാട്ടിനോടുള്ളൊരാഗ്രഹം. അപ്പം അങ്ങനെ നമ്മൾ എടുത്തു തുടങ്ങിയത് കേട്ട് പാട്ടുകൾ കേൾക്കുമ്പോഴുള്ളൊരു ഇഷ്ടം. അപ്പോൾ പതുക്കെ എല്ലാം ഒന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു, ഇതുമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഞാൻ കടയെടുത്തു. ഞാൻ പോയി ചോദിച്ചതല്ല, എനിക്ക് ആ താക്കോല എൻ്റെ ഓണർ ഈ സെൻട്രൽ മാളില്ലേ, അവിടെ ഒരു ഇത് ഷട്ടറായിരുന്നു പിരിക്കണം. ഇത് സെൻട്രൽ മാള്, അവിടെ ഒരു 5 നില 6 നില കെട്ടോ, അതിൻ്റെ അടിയിലൊരു ഷട്ടർ. പുള്ളി അതിൻ്റെ ഓണർ എന്നെ വിളിച്ച്. അപ്പോൾ അവിടെ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അവിടെ താമസിക്കായിരുന്നു. പുള്ളി നാട്ടിലേക്ക് പോവാം. അപ്പോൾ എന്നോട് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ താനും എടുത്തോ, ഞാൻ പറയാം. പിള്ളേർ അങ്ങനെ പുള്ളിയെ തിരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഓണർ എന്നെ വിളിച്ച എൻ്റെ താക്കോല് തന്നാൽ അവിടെ ആ താക്കോലിങ്ങ വന്ന് 300 രൂപ ഇട്ട് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ വാടക 300 രൂപയുണ്ട്. അപ്പോൾ അന്ന് ശരിക്കും കടയെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ തരങ്ങണിയുടെ ഡീലറാണ്. എറണാകുളത്തെ തരങ്ങണിയുടെ ആദ്യത്തെ അവർ ബില്ലടിച്ചേക്കണേ എനിക്ക്. ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്ത. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 78 80 ആയെന്ന് തോന്നണം തരങ്ങണി തുടങ്ങിയപ്പോൾ. പിന്നെ HMV അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ എല്ലാം ഞാൻ അങ്ങോട്ട് പോയതല്ല, എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു ഇവരെല്ലാവരും. ഞാനും പോയി ചോദിച്ചില്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞില്ല. പല ആൾക്കാരായിട്ട് ഇങ്ങനെ അറിഞ്ഞേ വന്നാണ് എൻ്റെ അടുത്ത്. അപ്പോൾ എന്തായാലും എനിക്കൊരു മോഹം ഉണ്ടല്ലോ പാട്ടുമായിട്ട്. അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരികയും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷോപ്പ് തുടങ്ങി. അത് അന്ന് കാസറ്റ് മാത്രമേ ഉള്ളൂ, കാസറ്റും റെക്കോർഡ്സും ഉണ്ട്. അന്ന് മറ്റേ ഈ ഇളയരാജയുടെ എക്കോ അതിൻ്റെ റെക്കോർഡ്സ് ഇറങ്ങി. അപ്പോൾ അതും എനിക്കായിരുന്നു എറണാകുളം. അപ്പോൾ അതും എടുത്തു. അപ്പോൾ റെക്കോർഡ്സും ഉണ്ട്, ഇതുപോലെ റെക്കോർഡ്സും ഉണ്ട്, കാസറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പാട്ടുമായിട്ടുള്ളൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പാട്ടുമായിട്ടുള്ളൊരു ഒരു നമുക്ക് കേൾക്കുമ്പോഴുള്ളൊരു ആസ്വാദം എല്ലാവരും എല്ലാ പാട്ടുകാരും നമ്മൾ ആസ്വദിക്കുന്നുണ്ട് പാട്ടുകൾ. അപ്പോൾ അതങ്ങനെ നമ്മൾ കളക്ട് ചെയ്താണ്. ഇപ്പോൾ ഇതിൻ്റെ 78ൻ്റെ ഗ്രാമഫോൺ റെക്കോർഡ്സ് അത് കളക്ട് ചെയ്തിട്ടുണ്ട്, അതുണ്ട്. പിന്നെ ഗ്രാമഫോൺ ഈ റെക്കോർഡമല്ല കറണ്ടിൽ വർക്ക് ചെയ്യണ മറ്റേ റെക്കോർഡ് പ്ലെയർ, അത് 33 അതിൻ്റെ RPM ഉണ്ട്. പിന്നെ അതിൻ്റെ ചെറുതുണ്ട്, അത് 45 RPM. അപ്പോൾ ഇതെല്ലാം നമ്മൾ എല്ലാം കളക്ട് ചെയ്യണം, പതുക്കെ എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നു, കിട്ടുന്നതൊക്കെ. അപ്പോൾ എൻ്റെ കടയിലൊന്ന് പല ആൾക്കാരും വരും, ഒരുപാട് ആൾക്കാർ. എന്നാദ്യം കാസറ്റ് മാത്രമേ ഉള്ളൂ, പിന്നെ റെക്കോർഡ്സും ഉള്ളൂ. ആ സമയത്തൊക്കെ പല ആൾക്കാരും അക്കൂട്ടത്തിൽ നമ്മളെ മമ്മൂട്ടിയുണ്ട്. അങ്ങനെ വളരെ അടുപ്പിച്ച് നമ്മളുടെ ഷോപ്പിലേക്ക് വരുമായിരുന്നു. നല്ലൊരു സൗഹൃദമായിട്ടായിരുന്നു ഞാനും അങ്ങേരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം. അങ്ങേരെ തന്നെ ജോർജ് ആശാനെന്ന് വിളിക്കും, ഞാൻ അങ്ങേരെ മമ്മൂട്ടിക്കാന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അങ്ങേർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ സ്ഥിരമായിട്ടുള്ള വരാറുണ്ടായി, ഷോപ്പിൽ വരാറുണ്ടായി. അങ്ങേര് ഗസ്സിൽ അങ്ങേർക്ക് പ്ലെയർ ഉണ്ട്, റെക്കോർഡ് പ്ലെയർ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ റെക്കോർഡ്സൊക്കെ കൊണ്ടുപോയി കേൾക്കുമായിരുന്നു എൻ്റെ അടുത്തുനിന്ന്. അതിൽ കൊണ്ടുപോയി കേൾക്കുകയും തിരിച്ച് എനിക്ക് തോന്നുന്നു സക്രിയ എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ ഒരു അനിയനുണ്ട്. അപ്പോൾ അങ്ങേരെ തിരിച്ചു കൊണ്ട് തരണം. അതൊക്കെ ദാസാറുമായിട്ട് എനിക്ക് വലിയൊരു ബന്ധമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തിരങ്ങി തുടങ്ങിയപ്പോൾ എനിക്കാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ബില്ലടിച്ചു എനിക്ക് സാധനം തന്ന ദാസേട്ടനാണ്. ഇതിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിപ്പിക്കും, ഞാൻ പോകാറുണ്ട്. അന്ന് മാനേജർ എനിക്ക് തോന്നുന്നൊരു സത്യൻ്റെ മകനായിരുന്നു, സതീഷ് സത്യം എന്ന് പറഞ്ഞിട്ട് ആളാണ്.
ആദ്യത്തെ മാനേജരല്ല, അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മാനേജർ കഴിഞ്ഞിട്ട് വന്ന് സത്യൻ്റെ മകനാണ് സതീഷ്. അപ്പം ഞാൻ നല്ലൊരു ബന്ധം പുലർത്തിയായിരുന്നു ഞാനും തരങ്ങിണിയായിട്ട് നല്ലൊരു വർഷങ്ങളോളം. എനിക്ക് ഇതിൽ ഇങ്ങനെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ബോറടിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് ഇതിനകത്ത് ഇത്ര കൊല്ലമായിട്ട് ബോറിങ് തോന്നിയിട്ടില്ല. ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും ബോറിങ് തോന്നിയിട്ടില്ല. ഇതുമായിട്ടൊക്കെ വേണമെങ്കിൽ ചേർന്ന് പോയതാണ്. എനിക്കിപ്പോൾ 70 വയസ്സിന് മേലെയുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇന്നും ഞാൻ പാട്ടുകൾ ആസ്വദിക്കുന്ന, പാട്ടുകൾ കേൾക്കുന്ന എല്ലാവരെയും, അതിനെ ആരും മാറ്റി നിർത്താനില്ല. നമ്മളെല്ലാവരും പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ വളരെ ഇഷ്ടമാണ്. ഇനിയും അതായത് ദൈവം തരുന്ന ആയുസ് വരെ ഈ പാട്ടുകളൊക്കെ കേട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സുഖമാണ് മനസ്സിന്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ വരും, ഒരു 10:30 ഞാൻ ഇവിടെ വരാറുണ്ട്, ഷോപ്പിൽ വരാറുണ്ട്. വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഷോപ്പ് അടച്ച് പോകാറുണ്ട്. ഇതൊക്കെ തന്നെ, ഇങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോകും. പിന്നെ മാള് വന്നപ്പോഴാണ് അവിടെ നിന്ന് മാറിയത്. ആ സമയത്ത് പിന്നെ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കാസറ്റൊക്കെ കഴിഞ്ഞു ഒക്കെ ഇത് ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയാണ് ആ സമയത്ത്. ഞാനും നിൻ്റെ ഒരു സമയമൊക്കെ അങ്ങോട്ട് വ്യത്യാസമായില്ല. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഇനിയിപ്പോൾ വലിയ ഇതൊന്നും നോക്കണ്ട, ചെറുതായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകും. ഇതും എന്നെ വിളിച്ച് തന്ന ഈ റൂം എന്നെ വിളിച്ച് എൻ്റെ ഓണർ തന്ന, അവിടെ വേറെ അങ്ങോട്ട് പോകണ്ട, ഇവിടെ വന്നിരിക്കാൻ. അങ്ങനെ തന്നാണ് ഈ റൂം. എവിടെയും പോയി ചോദിച്ചിട്ടില്ല എനിക്ക് ഇന്ന വേണം, അല്ലെങ്കിൽ എനിക്ക് റൂം വേണം, ഇത് ഇന്ന വേണം, ഇതൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇത്രയും പരിചയമുള്ള കാരണം ചില ആൾക്കാർ അങ്ങനെയല്ല, നമുക്ക് ആ പരിചയം കീപ്പ് ചെയ്യും. അപ്പോൾ അവർ കാശ് നോക്കില്ല. വലിയ കാലത്തേക്ക് വന്ന ആൾക്കാർ പറയുകയാണെങ്കിലും അത് ചിലപ്പോൾ എനിക്ക് തരും. അത് എല്ലാവരും ചെയ്യണമെന്നില്ല, ഒരു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കും എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പം എല്ലാം. കാസറ്റ് പോലും, നമ്മൾ ഈ ഓഡിയോ കാസറ്റ് പോലും ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായി. മറ്റേ ആൾക്കാരിങ്ങനെ കൊണ്ടുവന്നിട്ട് പരിചയം കാരണം ചേട്ടാ അത് വീട്ടിലിരിക്കുകയാണ്, വെറുതെ ഞങ്ങൾ കളയണ്ടല്ല, അത് ചേട്ടനാ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഇത്ര സ്ഥലമുള്ളൂ, വീട്ടിലൊക്കെ കൊണ്ടുപോയി ഇടാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ സാധനം നമ്മൾ കൊണ്ടുപോയി വീട്ടിലിട്ട് സൂക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചാക്കിലാണ്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പരിചയക്കാരാണ് ചോദിക്കണം. എനിക്ക് അവർ ചോദിക്കണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചോദിക്കണം. നമ്മളൊരു സ്നേഹം കൊണ്ടാണ്. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാനിവിടെ എന്ത് ചെയ്യാൻ ഇത് കണ്ടില്ല, എത്ര സ്ഥലമല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ കുറഞ്ഞു കേസറ്റൊക്കെ. നമ്മളിപ്പോൾ എവിടെയും ചെയ്തെന്ന് ചോദിച്ചാൽ വലിയ വിലയൊക്കെ പറയും. മലയാളം തരങ്ങിണിയൊന്നും നമുക്ക് കാണാനേ ഇല്ല ഇപ്പോൾ. തരങ്ങിണി പണ്ട് തരങ്ങിണിയൊക്കെ ഞാൻ എല്ലാം വന്നവരെന്ന് എല്ലാം ഒന്നിനുണ്ടൊക്കെ മാറ്റി വെക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ വെള്ളപ്പൊക്കമൊക്കെ വന്നില്ല, നമ്മുടെ വീട്ടിൽ വെച്ചിരുന്നു. അതെല്ലാം കൂടി ചതിയെ പോയി. എല്ലാ സാധനങ്ങളും ആ സമയത്ത് കുറച്ച് നല്ലൊരു കളക്ഷനായിരുന്നു. എല്ലാം ഇവിടെ കൊള്ളില്ല, ഇത്തരം സാധനങ്ങളൊന്നും ഇവിടെ കൊള്ളില്ല. അപ്പം ഞാൻ അവിടെ വീട്ടിൽ വെച്ചാൽ, പക്ഷെ അത് ആ സമയത്ത് സെറ്റുകളടക്കം എല്ലാം ഇതായിപ്പോയി. നമുക്ക് ഇത്രയും വെള്ളം കയറും, നമ്മൾ ഇത്രയും വെള്ളം വന്നല്ല അവിടെയൊക്കെ ചേരലേക്ക്. ആ ഒരു സമയത്തൊന്നും ശ്രദ്ധിച്ചില്ല. നമുക്ക് ഇതിൻ്റെ സെയിലുണ്ടായ കാരണം ആ ഒരു സമയം തരങ്ങണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് നല്ല കളക്ഷനൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ടായി. ആ സമയത്ത് നമുക്കത് കൂട്ടി വെക്കണമെന്ന് ആ സമയത്ത് തോന്നി. ഇതൊക്കെ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തോന്നി ഇതെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെക്കണമെന്നുള്ളത്. അപ്പോഴത്തേക്ക് ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്കെല്ലാം കിട്ടിയില്ലെന്നല്ല. അപ്പോൾ നമ്മളെ അന്വേഷിച്ച് കിട്ടുമോയെന്ന് വിചാരിച്ച് അന്വേഷിച്ചു, ആ കുറവായിരുന്നു. ഒരുപാട് കളക്ഷൻ, പഴയ ഒരുപാട് മലയാളം നല്ല പാട്ടുകളുണ്ട് പഴയതൊക്കെ. LP ഇറങ്ങിയിട്ടുണ്ട്, EP ഉണ്ട്, LP ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷെ അത് നമുക്ക് പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് എവിടെയില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മളൊന്നും എന്താ അറിയുക, നമ്മളത്രയും സ്നേഹിച്ചു ഈ സാധനത്തിന്. കേസറ്റിന് നമ്മളത്ര കേസറ്റ് ഇന്നും കേൾക്കാൻ സുഖമാണ്. അതല്ല ഞാനിപ്പോൾ കേസറ്റ് ഇപ്പോഴും മേടിച്ച് വെക്കണ എന്താ, ആൾക്കാർ വന്ന് ഇപ്പോഴും മേടിക്കുക. അത് കേട്ട ആൾക്കാർ അതേ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ ഇത് ഈ റെക്കോർഡ്സ്, LP റെക്കോർഡ്സ്, ഈ ഗ്രാമഫോൺ റെക്കോർഡ്സ്, വിനയൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിനയൽ റെക്കോർഡ്സ് കേട്ടവരൊക്കെ ഇതിന് കേൾക്കുള്ളൂ. ഇപ്പോൾ അവരെല്ലാം MP3 പോയി. CD, ഓഡിയോ CD, MP3 എല്ലാത്തിലും പോയിട്ടുണ്ട്. ഇതിൽ ബ്ലൂറേ
പക്ഷെ എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞാൽ തിരിച്ചു വരാം ഇപ്പോൾ. അതുകൊണ്ട് പറഞ്ഞാൽ എത്ര IT പിള്ളേരൊക്കെ വരേണ്ടത് ഇവിടെ ഈ സാധനങ്ങൾ നോക്കാനായിട്ട്. IT പിള്ളേർ ഇൻഡോ വർക്ക് ചെയ്യുന്നൊക്കെ വരുന്നുണ്ട്. അതുപോലെ എത്രയോ എൻ്റെ അറിവില്ല ചെറുപ്പക്കാർ തന്നെ ഇതിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ റെക്കോർഡ്സ്. ഇപ്പോൾ അത് കേസറ്റ് കേസറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതെന്താ ആൾക്കാർ മേടിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ ഒന്നാ പുതിയ ഇറങ്ങണില്ല, പഴയത് തന്നെ. അപ്പം അത് പൂപ്പിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ പൂപ്പിൽ പിടിക്കുമ്പോൾ ക്ലീൻ ചെയ്യണ്ടേ, ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ഇടാൻ. അല്ലെങ്കിൽ അഴുക്ക നമുക്ക് എറി പിടിക്കും, രണ്ടാമത്തെ പാട്ടിന് നിന്ന് പോകും, സൗണ്ട് പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം. കേസറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അത് ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ അതിൻ്റെ സൗണ്ട് ഒരു പ്രത്യേകത, ഓഡിയോ കേസറ്റിൻ്റെ ഒരു പ്രത്യേകത വരും. ഇനി ഒരു കാലം വരും. ഒക്കെ നമ്മളുണ്ടാവുമെന്നറിയില്ല, തിരിച്ചു വരും എന്നുള്ള ഉറപ്പാണ്.